ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നലെ ബ്രേക്കപ്പിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. എങ്ങനെ ബ്രേക്കപ്പിൽ നിന്നും റിക്കവറായി പുറത്തു വരാം എന്നതിനെ പറ്റി. ആ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ആ വീഡിയോയിൽ പറയാത്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ബ്രേക്കപ്പായിട്ട് അതിൽ നിന്നും റിക്കവർ ആകാൻ സാധിക്കാത്ത, എന്നാൽ എത്രയും വേഗം അതിൽ നിന്നും റിക്കവർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് വീഡിയോ കൂടി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, ഇത്തരം കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്ന, കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കഴിയുമെങ്കിൽ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. ഒരു ബ്രേക്കപ്പ് സംഭവിക്കാൻ ചിലപ്പോൾ പല റീസൺസ് ഉണ്ടാകും. ആ റീസൺ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ബ്രേക്കപ്പ് ആക്കിയ പാർട്ട്ണറോട് നമ്മൾ ചോദിച്ചാൽ മതിയായിരിക്കും. അവർ ചിലപ്പോൾ പറയുന്നത് പല കാരണങ്ങളായിരിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പകുതി മുക്കാൽ ആളുകൾക്കും ചിലപ്പോൾ അതെന്ത് റീസൺ തന്നെയാണെങ്കിലും അവർക്കത് സാറ്റിസ്ഫൈഡ് ആകണമെന്നില്ല. ഈ ഒരു ക്ലിയർ സാറ്റിസ്ഫാക്ഷൻ അത് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തെപ്പറ്റി കാട് കയറി ചിന്തിക്കാൻ തുടങ്ങും. അതായത് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടായിരിക്കും അവരെന്നെ ഇട്ടിട്ട് പോയത്, ഇങ്ങനെ നമ്മളിത് കാട് കയറി ചിന്തിക്കാൻ തുടങ്ങും. ഇതിലൂടെ നമ്മൾ ആൻസൈറ്റിയിലും ഡിപ്രഷനിലേക്കും ഒക്കെ പോകും. പക്ഷേ സത്യം മനസ്സിലാക്കുക, ഇങ്ങനെ കാട് കയറി ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം നമുക്കിതിന് ഒരു ക്ലിയർ ആയിട്ട് സൊല്യൂഷൻ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. മറിച്ച് ഈ ബ്രേക്കപ്പിനെ പറ്റി ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അതിനെപ്പറ്റി ആലോചിച്ച് കാട് കയറി ചിന്തിച്ച് നമ്മൾ ആൻസൈറ്റിയും ഡിപ്രഷനും അടിച്ച് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളൊരു ബ്രേക്കപ്പിൽ നിങ്ങളൊരു 100% കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പാർട്ട്ണർ ഒരു കാരണം പറയും ബ്രേക്കപ്പിന്, ആ കാരണം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അവിടുന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ പാർട്ട്ണർ ബ്രേക്കപ്പ് ആക്കി എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബ്രേക്കപ്പ് ആക്കി എന്നറിയാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. അതുപോലെ നിങ്ങൾ ഒരാളെ ബ്രേക്കപ്പ് ആക്കുന്നു എങ്കിൽ അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണം എന്താണെന്ന് അയാളെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ ചിലർ ഈ ബ്രേക്കപ്പിൽ നിന്നും പെട്ടെന്ന് പുറത്തു കിടക്കാൻ ചെയ്യുന്ന ഒരു പരിപാടി, ഇവരുടെ എക്സ് പാർട്ട്ണറുമായിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയത്ത് ഇവർ സമയം ചെലവിടാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ പാർക്കിൽ പോയിട്ടുണ്ടാവും, റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടാവും, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും. എക്സുമായിട്ട്, അതായത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഈ സ്ഥലങ്ങളിൽ ഇവരൊറ്റയ്ക്ക് പോകുമ്പോൾ ഇവർക്ക് എക്സ് പാർട്ട്ണറുടെ ഓർമ്മകൾ വരും എന്നുള്ള പേടി കാരണം പലപ്പോഴും പല ആളുകളും ഈ സ്ഥലങ്ങളിൽ പോകാൻ തടസ്സം പറയാറുണ്ട്, അല്ലെങ്കിൽ മടി കാണിക്കാറുണ്ട്. ഇവരെ കൊണ്ട് പാർക്കിലോ റെസ്റ്റോറൻറ്റിലോ പോകുമ്പോൾ ഇവർ പറയും, എടാ ഈ റെസ്റ്റോറൻറ്റിലാണ് ഞാൻ എൻ്റെ എക്സുമായിട്ട് വന്നുകൊണ്ടിരുന്നത്, അല്ലെ ഈ പാർക്കിലാണ് ഞാൻ എൻ്റെ എക്സുമായിട്ട് സമയം ചെലവിടാൻ വന്നുകൊണ്ടിരുന്നത്, ഇവിടെ പോയാൽ എനിക്ക് അവരുടെ ഓർമ്മകൾ വരും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. ഇങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഈ ശീലം പെട്ടെന്ന് തന്നെ മാറ്റുക. ഈ ഒരു ശീലം ഇത് സത്യത്തിൽ നിങ്ങളെ ബ്രേക്കപ്പിൽ നിന്നും റിക്കവർ ചെയ്യാൻ ഒരിക്കലും സഹായിക്കുകയില്ല. നിങ്ങൾക്ക് ഇതേ പാർക്കിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ പോകേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോവുക. ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സിനെ പറ്റിയുള്ള ഓർമ്മകൾ അവിടെ വരുമായിരിക്കും, ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമായിരിക്കും. പക്ഷേ അത് നിങ്ങൾ മാറ്റിവെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വന്നോ അത് നിങ്ങൾ ചെയ്യുക. എക്സിൻ്റെ ഓർമ്മകൾ മാറ്റിവെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ വന്ന കാര്യങ്ങൾ, നിങ്ങൾ ആ സ്ഥലത്ത് ചെയ്യാൻ വന്ന കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. അതുമല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിങ്ങൾ പുതിയ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയുമായിട്ടോ പുതിയ മെമ്മറീസ് ആ സ്ഥലങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങളുടെ എക്സിൻ്റെ പേരിൽ നിങ്ങൾ അവിടെ പോകാൻ ഒരു അവോയ്ഡൻസ് കാണിക്കരുത്. അല്ലാത്ത പക്ഷം അതും നിങ്ങളെ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് നയിക്കും. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആ ബ്രേക്കപ്പിൽ നിന്നും ഒരു ഫാസ്റ്റ് റിക്കവറി സാധ്യമാവുകയില്ല. അപ്പോൾ നിങ്ങളെ ബ്രേക്കപ്പിൽ നിന്നും പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ സഹായിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.